ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം നടന്നു നീങ്ങുകയാണ്. കാനാവിലെ വിരുന്നു ഭവനത്തിൽ ആരംഭിച്ച് നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തിലേക്കും കുരിശുമരണത്തിലേക്കും ഉദ്ധാന പെരുന്നാളിലേക്കുമൊക്കെ നാം വിശുദ്ധിയോടെ നടന്നു നീങ്ങുന്നു. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല ചതയ്ക്കും എന്ന് അടയാളപ്പെടുത്തുന്നു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല ചതയ്ക്കും എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ അടയാളപ്പെടുത്തുന്നത് പരിശുദ്ധയായ ദൈവമാതാവിനെ കുറിച്ച് തന്നെയാണ്. അതുകൊണ്ടാണ് 2 തവണയാണ് യേശു തമ്പുരാൻ തൻ്റെ പ്രിയ അമ്മയെ സ്ത്രീയെ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഒന്ന് കാനാവിലെ കല്യാണ വീട്ടിൽ, അതായത് പരിശുദ്ധ നോമ്പിൻ്റെ തുടക്കത്തിൽ മാതാവിനെ സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് യേശു തമ്പുരാൻ അഭിസംബോധന ചെയ്യുന്നു. പിന്നീട് പരിശുദ്ധ കന്യകമറിയാം അമ്മേ സ്ത്രീയെ എന്ന് യേശു തമ്പുരാൻ അഭിസംബോധന ചെയ്യുന്നത് കുരിശിൽ കിടന്നുകൊണ്ടാണ്. തൻ്റെ സ്നേഹിതനായ, തൻ്റെ പ്രിയപ്പെട്ട സഹോദരനായ യോഹന്നാനെ ഏൽപ്പിച്ചുകൊണ്ട് സ്ത്രീയെ ഇതാ നിൻ്റെ മകനെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് യോഹന്നാനെ ഫലമേൽപ്പിക്കുമ്പോൾ യേശു തമ്പുരാൻ സ്ത്രീയെ എന്ന് തൻ്റെ അമ്മയെ വിളിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല ചതയ്ക്കും എന്നടയാളപ്പെടുത്തുന്നത് യേശു തമ്പുരാൻ സർപ്പത്തിൻ്റെ തല ചതയ്ക്കുന്ന, പാപമാകുന്ന സർപ്പത്തിൻ്റെ, തിന്മയാകുന്ന സർപ്പത്തിൻ്റെ ഒക്കെ തല ചതയ്ക്കുന്ന കാനാവിലെ ആദ്യത്തെ അത്ഭുതത്തിലും താൻ സർപ്പത്തിൻ്റെ തല ചതച്ച്, പാപമാകുന്ന സർപ്പത്തിൻ്റെ തല ചതച്ച് അവസാനിക്കുന്ന കുരിശ് മരണത്തിന് മുന്നോടിയായി യേശു തമ്പുരാൻ തൻ്റെ അമ്മയെ സ്ത്രീയെ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ അടയാളപ്പെടുത്തുന്ന സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല ചതയ്ക്കുമെന്ന് വിശുദ്ധയായ കന്യകമറിയാം അമ്മയെക്കുറിച്ച് തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് എന്ന് വരച്ചു കാട്ടുന്നു. പാപമാകുന്ന, തിന്മയാകുന്ന നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള ദോഷങ്ങളെ, പ്രതികൂലതകളെ, അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടുന്ന സർപ്പത്തിൻ്റെ തല ചതയ്ക്കുവാൻ വേണ്ടിയാണ് നോമ്പിൻ്റെ ഓരോ ദിവസങ്ങളിലും നാം പ്രാർത്ഥിക്കേണ്ടതും നാം ഉപവാസമനുഷ്ഠിക്കേണ്ടതും. നോമ്പിൻ്റെ ആദ്യ ദിവസമായ കാനാവിലെ കല്യാണ വീട്ടിൽ നിന്ന് കുരിശുമരണത്തിലേക്ക് യേശു തമ്പുരാൻ്റെ ജീവിത നിമിഷങ്ങളെ വരച്ചു കാണുമ്പോൾ 2 പ്രാവശ്യം സ്ത്രീയെ എന്ന് വിളിക്കുന്നത് പാപമാകുന്ന സർപ്പത്തിൻ്റെ തല ചതയ്ക്കുന്ന അതിനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലും ഈ നോമ്പിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നാം ആയിരിക്കുന്നത്, ജീവിക്കേണ്ടത് പാപമാകുന്ന സർപ്പത്തിൻ്റെ തല ചതയ്ക്കുവാൻ, തിന്മയാകുന്ന സർപ്പത്തിൻ്റെ തല ചതയ്ക്കുവാൻ, അങ്ങനെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ നിന്ന്, യേശു തമ്പുരാനിൽ നിന്ന് തെറ്റിക്കുന്ന പലതരം സർപ്പത്തിൻ്റെ തല ചതയ്ക്കുവാൻ വേണ്ടി നമ്മുടെ നോമ്പും പ്രാർത്ഥനയും ഇടയാകണം. പ്രകാരം ഇടയാകുമ്പോഴാണ് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല ചതയ്ക്കുമെന്ന് പരിശുദ്ധയായ ദൈവമാതാവിനെ വരച്ചു കാണിച്ചതുപോലെ നമുക്കും സർപ്പത്തിൻ്റെ തല ചതയ്ക്കുന്ന ജീവിതം പരിശുദ്ധ നോമ്പിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രകാരം നമ്മുടെ ജീവിതത്തെ ഈ നോമ്പ് രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.